ഹായ് ട്രേഡേഴ്സ്, എല്ലാവർക്കും ഫോറസ്റ്റ് കലയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ആദ്യം തന്നെ ഒരു ട്രേഡ് സെറ്റപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ ആദ്യം എപ്പോഴും ഫസ്റ്റ് തന്നെ നമ്മൾ നോക്കേണ്ടത് ഒന്നാണ് ന്യൂസ്. നമ്മൾ ട്രേഡ് ചെയ്യുന്ന പേയേഴ്സിൽ എന്തെല്ലാം ന്യൂസുകളാണ് ഉള്ളത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിൽ ആദ്യം തന്നെ നമുക്ക് നോക്കുമ്പോൾ ഇവിടെ GBPയിൽ നമുക്ക് ഒരു ന്യൂസ് 30 മിനിറ്റിനുള്ളിൽ വരാനുണ്ട്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയും കാര്യം ആദ്യം തന്നെ ശ്രദ്ധിക്കുക. ഞാൻ മെയിനായിട്ട് ചെയ്യുന്നത് ഗോൾഡ് ആയതുകൊണ്ട് ഗോൾഡിൻ്റെ ന്യൂസാണ് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത്. നമുക്ക് ഇനിയിപ്പോൾ ഒരു 7 അവർ 7 മണിക്കാകുമ്പോൾ ഇന്ത്യൻ ടൈം 7 മണിയാകുമ്പോഴത്തേക്കും അത്യാവശ്യം ഇനീഷ്യൽ ജോബ് ക്ലെയിംസ് ഒക്കെ വരാനുള്ള ന്യൂസുകളുണ്ട്. അപ്പോൾ ആ ഒരു സമയം കഴിഞ്ഞതിനൊക്കെ ശേഷം വേണം ഒരു ട്രേഡ് പ്ലാൻ സെറ്റ് ചെയ്യാനായിട്ടും. ഇൻ കേസ് അതിന് മുമ്പേ നിങ്ങൾക്ക് ഒരു ട്രേഡിംഗ് ആക്ടിവിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ ചില ഫേംസൊക്കെ ന്യൂസിൻ്റെ സമയത്ത് തന്നെ പ്രോഫിറ്റ് ഒന്നും കൗണ്ട് ചെയ്യില്ല, പക്ഷേ അവർ ലോസ് കൗണ്ട് ചെയ്യും. അപ്പോൾ അത്തരത്തിലുള്ള ഫേംസിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഫണ്ട് ബിപ്സ് ഒക്കെ ആണെങ്കിൽ ചില സമയത്ത് 3 മിനിറ്റ് റൂൾ, അങ്ങനെ കുറേ റൂൾസൊക്കെ ഉണ്ട്. ഫണ്ട് ആൻഡ് എക്സൽ ന്യൂസ് അലൗഡാണ്. അപ്പോൾ അങ്ങനെ ഓരോ ഫേംസിലും നമ്മൾ ചെയ്യുന്ന ഓരോ ഫേംസിൻ്റെയും ഡീറ്റെയിൽസ് നമ്മൾ അറിഞ്ഞിരിക്കണം. ആ ഡീറ്റെയിൽസ് അറിഞ്ഞിട്ട് വേണം നമ്മൾ ട്രേഡ് സെറ്റപ്പ് കാര്യങ്ങൾ എല്ലാം ഓക്കെ ആക്കാനായിട്ട്. അപ്പോൾ അതിന് തന്നെ നമ്മൾ ന്യൂസ് എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളത് നമ്മൾ ആദ്യമേ തന്നെ നോക്കാം. അതിനുശേഷം നമുക്ക് നോക്കണം, ജസ്റ്റ് ഒന്നൊരു ട്രെൻഡ് അറിയാൻ വേണ്ടി മാത്രമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഒരു ട്രെൻഡ് അറിയാനായിട്ട് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ഇൻട്രസ്റ്റും കൂടി നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കാം. ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുമ്പോൾ നമുക്കൊരു മിക്സഡ് ട്രെൻഡായിട്ട് ഫീൽ ചെയ്യുന്ന പുട്ട് ഓപ്ഷനിലും കോൾ ഓപ്ഷനിലും ഒക്കെ ഭയങ്കര, എന്നാൽ പുട്ട് ഓപ്ഷനിൽ കുറച്ച് അഗ്രസീവായിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ഓപ്പൺ ഇൻട്രസ്റ്റ് നമ്മൾ നേരത്തെ നോക്കി ബാർ ചാർട്ട് എന്ന് പറയുന്ന സൈറ്റിലാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഡിലേ ഉണ്ട്. ട്രേഡ് അബോട്ടിൻ്റെ ഒരു അക്കൗണ്ടൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ പുട്ട് ഓപ്ഷൻ്റെയും കോൾ ഓപ്ഷൻ്റെ ഒക്കെ സ്ട്രൈക്ക് പ്രൈസും കാര്യങ്ങളും എല്ലാം അറിയാൻ പറ്റും. നമുക്ക് ഇന്ത്യൻ മാർക്കറ്റ് പോലെ അത്രയും ആക്റ്റീവ് അല്ല ഇതിലെ ഓപ്പൺ ഇൻട്രസ്റ്റ് കാര്യങ്ങളും അതുപോലെ തന്നെ വോളിയം ഒക്കെ. അപ്പോൾ ജസ്റ്റ് ഒരു എന്തൊക്കെയാണ് നമുക്കുള്ള ഏതൊക്കെ ഏരിയയിലാണ് ഒരു സപ്പോർട്ട് സോൺ ഉണ്ടാവാൻ സാധ്യത. ഇപ്പോൾ 2942 ട്രേഡ് ചെയ്യുന്നത്. 2942 ട്രേഡ് ചെയ്യുമ്പോൾ എവിടെയാണ് ഒരു റെസിസ്റ്റൻസ് ഉള്ളതെന്ന് നമുക്ക് നോക്കാനായിട്ട്. 2950 ഒരു റെസിസ്റ്റൻസ് ഓൾറെഡി ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ 2945 40 2940 ബ്രേക്ക് ചെയ്താൽ മാത്രമായിരിക്കും 2925 എന്ന് പറയുന്ന പ്രൈസ് റേഞ്ചിലേക്കൊക്കെ വരാൻ സാധ്യതയുള്ളൂ. ഇവിടെ അത്യാവശ്യം കോൾ ഓപ്ഷനാണ് ഈ കാണുന്നത്. ഈ സൈഡിൽ അത്യാവശ്യം കോൾ ഓപ്ഷനിൽ 2925 ബൈയിങ് ഉണ്ട്. അതേപോലെ 2920 അത്യാവശ്യം ബൈയിങ് ഉണ്ട്. ഇത് 2920 താഴത്തേക്കാണ് നെഗറ്റിവിറ്റി ഉള്ളത്. അപ്പോൾ അതേസമയം പുട്ട് ഓപ്ഷനും കൂടി നമ്മൾ ഒന്ന് കണ്ണോടിച്ച് പോകണം. അവിടെ എവിടെയാണ് ആക്ടിവിറ്റീസ്. 2920 പുട്ട് ഓപ്ഷനിൽ വലിയ ഇതില്ല, പക്ഷേ 2905 എന്ന് പറയുന്ന ഫ്യൂച്ചറിൻ്റെ പ്രൈസ് റേഞ്ചിൽ രണ്ട് സ്ഥലത്തും ഇതുണ്ട്, ഓപ്പൺ ചേഞ്ചസ് കൂടുതലാണ്. അപ്പോൾ അത് നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. 2905 എന്ന് പറയുന്ന പ്രൈസ് റേഞ്ച് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 2940 അപ്പോൾ 2905 എന്നൊക്കെ പറയുമ്പോൾ ഇന്നലെ വന്നേക്കുന്ന ഈ ഒരു റേഞ്ചൊക്കെ ആയിട്ട് വരും. അപ്പോൾ ഇതൊക്കെ ഓപ്പൺ ഇൻട്രസ്റ്റ് ഒക്കെ ഒരു ജസ്റ്റ് ഒരു ട്രെൻഡ് നമുക്ക് മോർണിംഗിൽ തന്നെ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ആക്ടിവിറ്റീസ് നടക്കണം, ഓപ്പൺ ഇൻട്രസ്റ്റ് ഒക്കെ കോൾ ഓപ്ഷനൊക്കെ ആരൊക്കെ വാങ്ങിച്ച് പിടിച്ചിട്ടുണ്ട്, ഇത്രയും കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒന്നൊരു ട്രെൻഡ് ഐഡൻറ്റിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അത്യാവശ്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് അത്രയും കാര്യങ്ങൾ മാത്രം ജസ്റ്റ് ഒന്ന് നോക്കാനായിട്ട് വേണ്ടി മാത്രം അതിനെ ഉപയോഗപ്പെടുത്താം. അതുപോലെ നമ്മൾ ആദ്യം ന്യൂസ് പറഞ്ഞു, അതേപോലെ ഓപ്പൺ ഇൻട്രസ്റ്റ് പറഞ്ഞു. അതിനുശേഷമാണ് നമുക്ക് ട്രേഡ് എന്തൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ആദ്യം തന്നെ സെറ്റ് ചെയ്യേണ്ടത്. ഞാൻ മെയിനായിട്ട് മാക്രോ പ്രൊഫൈൽസ് ആണ് യൂസ് ചെയ്യുന്നത്, വോളിയം പ്രൊഫൈൽസിൻ്റെ മാക്രോ പ്രൊഫൈൽസ്. അതിൽ നമുക്ക് വീക്ക്ലി പ്രൊഫൈലുണ്ട്. വീക്ക്ലി പ്രൊഫൈലിൽ നമുക്ക് നോക്കി അറിയാം ഇപ്പോൾ ട്രേഡിംഗ് ഇരിക്കുന്നത് ഒരു ബുൾ ട്രെൻഡിൻ്റെ രീതിയിലാണ് ഇരിക്കുന്നത്. അതായത് വീക്കിലിയുള്ള പ്രൊഫൈലിൻ്റെ വാല്യൂ ഏരിയയ്ക്ക് മുകളിലാണ് ഇപ്പോൾ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് വാല്യൂ ഏരിയ എന്ന് പറയുന്നത് ഇതാണ് വാല്യൂ ഏരിയ ഹൈ ആയിട്ടുള്ളത്. നമ്മൾ മാർക്ക് ചെയ്യാം. ഈ കാണുന്നതാണ് വാല്യൂ ഏരിയ ഹൈ. അതേപോലെ തന്നെ വാല്യൂ ഏരിയ ലോയും മാർക്ക് ചെയ്യാം. ഈ കാണുന്നതാണ് വാല്യൂ ഏരിയ ലോ. വോളിയം പ്രൊഫൈൽ ബേസ് ചെയ്തിട്ടാണെങ്കിൽ ഒരു 80% ഈ വീക്കിലി ഏറ്റവും കൂടുതൽ ട്രേഡ് നടന്നേക്കുന്നത് ഈ ഒരു ഏരിയയിലാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു ബുൾ ട്രെൻഡാണ് ഇപ്പോൾ ഉള്ളത്. കാരണം വാല്യൂ ഏരിയ ഹൈക്ക് മുകളിലാണ് മാർക്കറ്റ് ട്രേഡിംഗ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് 2950 എന്ന് പറയുന്ന പ്രൈസ് റേഞ്ച് നമുക്ക് ഓപ്ഷൻ നോക്കിയപ്പോൾ ഒരു റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇവിടെ കുറച്ച് നേരത്തെ ഒരു ഹൈ വന്ന് നിൽക്കുന്നതും ഈ 2950 എന്ന് പറയുന്ന പ്രൈസ് റേഞ്ചിലാണ്. അപ്പോൾ ഓപ്പൺ ഇൻട്രസ്റ്റ് ബേസ് ചെയ്തിട്ട് ചെറിയ റെസിസ്റ്റൻസ് അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ നമുക്കൊരു ട്രേഡിംഗ് കൺസെപ്റ്റിലേക്കൊക്കെ വന്നെങ്കിൽ അതിന് ഓർഡർ ഫ്ലോയിലും കൂടി നമ്മൾ കൺവേർട്ട് ചെയ്തിട്ട് വേണം ആ കാര്യം നോക്കാനായിട്ട്. വീക്കിലി ബേസ് ചെയ്ത് നോക്കുമ്പോൾ നമുക്കിനി ഒരു സപ്പോർട്ട് സോൺ ആയിട്ടുള്ളത്, നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരു ലോ വന്നിരുന്നു. ആ ലോ വന്നത് ഇന്നലെ ഒരു ലോ എടുത്തത് വീക്കിലി അതിന് മുമ്പുണ്ടായിരുന്ന ഒരു POC അപ്പോൾ ആ ഒരു POC വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ക്ലാസ് അറ്റൻഡ് ചെയ്തവർക്ക് അറിയാം POCയുടെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത്. POC എന്ന് പറയുമ്പോൾ പോയിന്റ് ഓഫ് കൺട്രോൾ ആണ്, ഒരു മാഗ്നറ്റാണ്. അതൊക്കെ ഇത് ഇവിടെ ഒരു സപ്പോർട്ട് ഇന്നലെ വന്ന് ലോ എടുത്തത് ഇവിടെ നിന്നാണ് റിജക്ഷൻ വന്ന് തിരിച്ച് കയറി മാർക്കറ്റ് ഇത്രയും ഏരിയയിലേക്ക് മാർക്കറ്റ് കയറിപ്പോയത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ വന്നത് എന്നുള്ളത് കുറേ ദിവസം മുമ്പുള്ള കഴിഞ്ഞ വീക്കിലിയുടെ POC ആണ്. അപ്പോൾ ആ POCനെ റെസ്പെക്റ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റ്. അതായത് POC എന്നൊക്കെ പറയുമ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ ഇവിടെ ആയിരിക്കും ഏറ്റവും കൂടുതൽ ബൈയിങ് എടുത്തിട്ടുണ്ടാവുക. അവർ അവരുടെ ഏരിയയിലേക്ക് താഴത്തേക്ക് പോകാനായിട്ട് ഒരു പരിധിവരെയും സമ്മതിക്കില്ല. അവിടെ നിന്ന് നേരെ പുഷ് ചെയ്ത് കയറ്റാനായിട്ടുള്ളൊരു ശ്രമം ഒക്കെ അവർ നടത്തും. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യാം. നമുക്കിന്നിപ്പോൾ ട്രേഡ് പ്ലാൻ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത് നമുക്ക് ഒന്നുകൂടി വീക്കിലി നോക്കാം. അതേപോലെ തന്നെ ഡെയിലി സെറ്റപ്പും കാര്യങ്ങളൊക്കെ. ഇതൊന്നും ട്രേഡ് പ്ലാൻ അല്ല. നമുക്ക് ഇതൊക്കെ എല്ലാം ഓൾറെഡി POC ഒക്കെ ടച്ച് ചെയ്ത് പോയതുകൊണ്ട് നമുക്കൊന്നും കൂടി ഒന്നും വിശദമായിട്ട് നോക്കേണ്ടതുണ്ട് ഏത് ഏരിയയാണ് നമുക്ക് ട്രേഡ് പ്ലാൻ ഉള്ളതെന്നുള്ളത്.
2930 നമുക്ക് ജസ്റ്റ് ഒന്ന് വീക്ക് നമുക്ക് വാച്ച് ചെയ്യാൻ വേണ്ടി മാത്രം ഇവിടെ നോട്ട് ചെയ്യുക. അതേപോലെ തന്നെ ഇന്നത്തെ സെഷൻസ്, ഓരോ സെഷൻസിലും എവിടെയാണ് ട്രേഡ് സെറ്റപ്പ് ഉള്ളതെന്ന് കൂടി നമുക്ക് ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്യുമ്പോൾ നമുക്കൊരു ചെറിയൊരു ഐഡിയ നമുക്ക് ഓൾറെഡി വരും എവിടെയാണ് ഏറ്റവും കൂടുതൽ ട്രേഡ് നടന്നേക്കുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ട്രേഡൊക്കെ നടന്നത് 2920 നടന്നേക്കുന്നത്. അതേപോലെ തന്നെ ഈ ഒരു ഏരിയയിലൊന്നും വലിയ ട്രേഡിംഗ് ആക്ടിവിറ്റി ഇല്ല. അപ്പോൾ പ്രത്യേകിച്ച് 2900 ഒക്കെ ബ്രേക്ക് ചെയ്താൽ ഒരു പാനിക് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ എവിടെയാണ് ഒന്ന് മാർക്കറ്റ് തടഞ്ഞ് നിൽക്കാൻ സാധ്യതയുള്ളതെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ 2920 എന്ന് പറയുന്ന പ്രൈസ് റേഞ്ച് നമുക്ക് ജസ്റ്റ് ഒരു ട്രേഡ് പ്ലാനിലേക്ക് ഒന്ന് ആഡ് ചെയ്യാം. നമ്മൾ നേരത്തെ കണ്ടത് 2930 ആണെങ്കിലും ഈ എപ്പോഴും നമ്മൾ എടുക്കുമ്പോൾ ലോവർ ലെവലിലുള്ള ഏരിയാസ് നമ്മൾ പ്ലാൻ ചെയ്യാം. അതിനുശേഷം നമുക്ക് ഓരോ സെഷൻസിൻ്റെ അതനുസരിച്ചിട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മൾ എന്താണ് ഈ പറയുന്ന ബുക്ക് മാപ്പിലൂടെ നോക്കാം. ബുക്ക് മാപ്പിൽ നോക്കുമ്പോൾ ലിക്വിഡിറ്റി എവിടെ ഉള്ളതെന്ന് നോക്കുക. 2948 2930 എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. 2930 ചെറുതായിട്ടുള്ളൂ. 2925 ചെറിയൊരു ലിക്വിഡിറ്റി ഉണ്ട്. നമുക്കത് അത്രയും വലിയത് ആയിട്ട് കാണുന്നില്ല. എന്നാലും ഹയർ ലെവലിൽ 48 അത്യാവശ്യം നല്ലൊരു ലിക്വിഡിറ്റി ഉണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ ട്രേഡ് സെറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ലിക്വിഡിറ്റി ഒക്കെ എടുത്തതിന് ശേഷം മാത്രം ട്രേഡിങ് പ്ലാൻ ചെയ്യുക. ലിക്വിഡിറ്റി എടുത്തതിന് ശേഷമുള്ള ട്രേഡ് പ്ലാൻ ഒരു റിവേഴ്സൽ പാറ്റേൺ വന്നെങ്കിൽ അതൊക്കെ ഒരു പരിധിവരെ വിജയിക്കുക. അതേപോലെ ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം നിങ്ങൾക്ക് നല്ലൊരു ബുള്ളിഷ് ഇതൊക്കെ വരുന്നുണ്ടെങ്കിൽ അത്യാവശ്യം നിങ്ങൾക്ക് അതേ പാറ്റേണിൻ്റെ ഒപ്പം തന്നെ സഞ്ചരിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ലിക്വിഡിറ്റി ഒക്കെ എടുത്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം എടുക്കാം. അതേപോലെ നിങ്ങളൊക്കെ പറയുന്ന പോലെ സ്വീപ്പ് ചെയ്തു, ബൈ സെല്ലേഴ്സിനെ സ്വീപ്പ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ഈ ബുക്ക് മാപ്പിലാണ് നമുക്ക് അതിൻ്റെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള എല്ലാ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. സ്വീപ്പ് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. അത് സ്വീപ്പാണോ നടന്നത്, റിയലി സെല്ലാണോ നടന്നത്, ഇതൊക്കെ അറിയാനായിട്ട് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. അതേപോലെ തന്നെ ഇതിനകത്ത് മറ്റൊരു ഇൻഡിക്കേറ്റേഴ്സ് ഉള്ളത് മോർണിംഗ് സെഷൻ ആയതുകൊണ്ട് ആ ഇൻഡിക്കേറ്റേഴ്സ് ഒന്നും വർക്കിംഗ് ആവില്ല. കാരണം അത്ര വോളിയം വേണം അതൊക്കെ വർക്ക് ആവണമെങ്കിൽ. കാരണം ബിഗ് പ്ലേയേഴ്സിൻ്റെ മൂവ്മെൻറ്റ് ക്യാച്ച് ചെയ്യുന്ന ഇൻഡിക്കേറ്റേഴ്സ്. ഐസ്ബർഗ് ഓർഡർ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്താണ് ഐസ്ബർഗ് ഓർഡർ എന്ന് പറയുന്നത്? നമ്മളൊരു ഇപ്പോൾ സെറോദലൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. ഒരു 1000 ലോട്ട് നമ്മൾ ബൈ ചെയ്യുന്നുണ്ടെങ്കിൽ വിഷ്വൽ ചെയ്ത് കാണാനായിട്ട് ഒരു 100 ലോട്ടായിട്ട് ഇടുള്ളൂ. ബാക്കി 900 ലോട്ട് നമുക്ക് ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റില്ല. ആർക്കും കാണാനും പറ്റില്ല. ഓർഡർ ഫ്ലോയിൽ ഒന്നിനും കാണാൻ പറ്റില്ല. പക്ഷേ ബുക്ക് മാപ്പിൽ നമുക്കൊരു ഡിറ്റക്ടർ ഉണ്ട്. അതിനകത്ത് സ്റ്റോപ്പ് ഐസ്ബർഗ് ക്യാച്ച് ചെയ്യുന്ന ഒരു ഡിറ്റക്ടർ ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് സ്റ്റോപ്പ് ഐസ്ബർഗ് ക്യാച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് ബിഗ് പ്ലേയേഴ്സിൻ്റെ എത്ര ക്വാണ്ടിറ്റി അവരെടുത്തു എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ നമ്മളൊരു ട്രേഡിംഗ് ഡിസിഷൻ വന്നതിന് ശേഷം ഇൻ കേസ് ഇവിടെ ഒരു സെല്ലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബുക്ക് മാപ്പിലും ഒരു ഇൻഡിക്കേഷൻ കൂടി വന്നാൽ നമുക്ക് അതിനനുസരിച്ച് കുറച്ചും കൂടി കോൺഫിഡൻസ് ആയി 3-4 കൺഫർമേഷൻസ് എടുത്ത് നമുക്ക് അഡ്വാൻസ് ആയിട്ട് ടൂൾസ് ഉള്ളത് കൊണ്ട് തന്നെ കുറച്ച് നമുക്ക് സ്ട്രോങ് ഒരു വെയിറ്റ് ചെയ്ത് നിൽക്കാം. അതേപോലെ തന്നെ നമുക്ക് ടാർഗറ്റ് സെറ്റ് ചെയ്യാനായിട്ട് താഴെ കിടക്കുന്ന ലിക്വിഡിറ്റീസ് എടുക്കാം. അതേപോലെ നമുക്ക് POC എടുക്കാം. അങ്ങനത്തെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പാരാമീറ്റേഴ്സ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഒത്തിരി പേര് കോഴ്സ് പഠിക്കാനായിട്ട് വരുന്നവരെല്ലാവരും ICT SMC ഒക്കെ പഠിച്ചവരോ അവരെല്ലാവരും കോഴ്സ് പഠിപ്പിച്ചവരെ കുറ്റം പറഞ്ഞിട്ട് അത് കാര്യമില്ല. ഒരുവിധം 90% സ്ട്രാറ്റജീസൊക്കെ എല്ലാ സ്ഥലത്തും വർക്കിംഗ്. എന്താ പറയുക, വെറും ഒരു SMA വെച്ചിട്ട് പോലും ഏകദേശം 20,000 അടുത്തൊക്കെ പേ ഔട്ട് എടുത്തേക്കുന്ന മലയാളികളായിട്ടുള്ള ഒത്തിരി പേരെ എനിക്ക് നേരിട്ട് അറിയാം. അവരൊക്കെ ചെയ്യുന്നത് വെറുതെ SMAയിൽ ടച്ച് ചെയ്ത് ബൈയിങ്, അത് പിവറ്റ് ലെവൽ വെച്ചിട്ട് മാറുന്നത്. അപ്പം പഠിപ്പിക്കുന്ന കോഴ്സും ഇത് നമ്മൾ ചെയ്യുന്ന ഇംപ്ലിമെൻറ്റും ഇതെല്ലാം തമ്മിൽ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ പഠിച്ചതാണെങ്കിലും ആ ഒരു ഇതിനെ ഈ ഓർഡർ ഫ്ലോടൊപ്പം നിങ്ങൾ വെറുതെ ഓർഡർ ഫ്ലോ ഇത് വെറുതെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾ കൂടുതൽ ഇത് പഠിക്കാൻ ഇപ്പോൾ എൻ്റെ അടുത്ത് തന്നെ വന്നെന്നില്ല. നിങ്ങൾ പഠിക്കാനായിട്ട് ട്രേഡർ ഡേൻ്റെ ഒക്കെ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടാൽ മതിയാവും. അതോടൊപ്പം തന്നെ ഗോചാർട്ടൊക്കെ എടുത്തിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾക്ക് അവിടെയും സക്സസ്ഫുൾ ആവുന്നില്ലെങ്കിൽ മാത്രം കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ട് മൂവ് ചെയ്യണമെങ്കിൽ മാത്രം എന്നെ കോൺടാക്ട് ചെയ്യാം. അത്യാവശ്യം നല്ല രീതിയിൽ പഠിച്ചേക്കുന്നത് എന്താണോ സ്ട്രാറ്റജി അതിൻ്റെ ഒപ്പം നമ്മൾ ഈ ഓർഡർ ഫ്ലോനെ ക്ലബ് ചെയ്ത് കയറ്റുക. ഈ കാര്യങ്ങളാണ് ഞാൻ മെയിനായിട്ട് മേക്കപ്പ് ചെയ്ത് കൊടുക്കാറ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെയും കയ്യിൽ സ്ട്രാറ്റജീസ് ഇപ്പോൾ ഉണ്ട് ഓൾറെഡി. എല്ലാം വരുന്നതൊക്കെ ചെറിയ പിള്ളേർ ക്രിപ്റ്റോ അത് SMC ICT നമ്മൾ കേൾക്കാത്ത പല കോഴ്സുകളൊക്കെയാണ് ഇവർ പഠിച്ചേക്കുന്നത്. അതിൻ്റെ ഇവരൊക്കെ മിസ്റ്റേക്ക് കുറേ എന്തോ വലിയൊരു സംഭവമാണെന്ന് വെച്ചിട്ട് ചെന്ന് ചേർന്നിട്ടുണ്ടാവും. അതിന് ശേഷം ഇതിൻ്റെ റിയൽ എന്താ നടക്കണേന്നുള്ളത് നമ്മൾ ശരിക്കും അറിയുന്നില്ല. ഇപ്പോൾ ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഓരോ റിജക്ഷൻസിനും ഓരോരോ റീസൺസ് ഇവിടെ നമുക്ക് ഓൾറെഡി പ്ലേ ചെയ്ത് അഡ്വാൻസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസിൽ വരുമ്പോൾ ഇങ്ങനെ സെല്ല് കണ്ടു സെല്ല് എടുക്കാനല്ല, നമ്മൾ പ്ലാൻ ചെയ്യുന്ന സ്ഥലത്തൊക്കെ വരുന്ന മൂവ്മെൻറ്റ്സ് ക്യാച്ച് ചെയ്യാനായിട്ടൊക്കെ പഠിക്കുക. അതേപോലെ തന്നെ ബുക്ക് മാപ്പൊക്കെ യൂസ് ചെയ്യാൻ പഠിക്കുക. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പഠിച്ചിരിക്കുന്നത്. അതുപോലെ നിങ്ങളുടെ സ്ട്രാറ്റജീസിൻ്റെ ഒരു മേക്കർ നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ ഞാൻ ഏത് സ്ട്രാറ്റജി ചെയ്യുന്നതെന്നാണ് ഫസ്റ്റ് ചോദിക്കാറ്. ആ സ്ട്രാറ്റജിയിൽ വന്നേക്കുന്ന മിസ്റ്റേക്സ് ചിലപ്പോൾ ഒരു ലിക്വിഡിറ്റി എടുത്ത് റിയൽ ലിക്വിഡിറ്റിയും നമ്മൾ ICT പഠിച്ചേക്കുന്ന ലിക്വിഡിറ്റിയും നമ്മൾ രാപ്പകൽ വ്യത്യാസമുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളിലൊക്കെ മിസ്റ്റേക്സൊക്കെ തിരുത്തിയിട്ട് നിങ്ങൾ സക്സസ്ഫുൾ ആവണം. പ്രൊഫഷണലായിട്ട് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ മാത്രം എന്നെ കോൺടാക്ട് ചെയ്യുക. അല്ല ബേസിക്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയി കാണേണ്ട വീഡിയോ ട്രേഡർ ഡേലിൻ്റെ വീഡിയോ ആണ്. അതേപോലെ തന്നെ ബുക്ക് മാപ്പ് പഠിക്കാനായിട്ട് ബേസിക്സ് ഏറ്റവും എളുപ്പത്തിൽ പഠിക്കാൻ ബുക്ക് മാപ്പിൻ്റെ സൈറ്റ് തന്നെയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാം. നിങ്ങൾക്ക് അഡ്വാൻസ് പ്രൊഫഷണൽ ടച്ച് രീതിയിലേക്ക് മാറാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം എന്നെ കോൺടാക്ട് ചെയ്യുക.